തിരിച്ചുപോക്ക് ഒരു 25 വർഷം തിരിച്ചു നടക്കാനല്ല, മുൻപോട്ട് നടക്കാനാണ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബജറ്റ് തന്നെയാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനെ വിശദീകരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ശബരിനാഥനിലേക്ക് പോവുകയാണ്. ശബരിനാഥൻ, ശ്രീ തോമസ് ഐസക് പറഞ്ഞത് മുഴുവൻ താങ്കൾ കേട്ട് കാണും. അതായത് വലിയ പദ്ധതികൾ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടോ കാര്യമില്ല. ഇതിന് പണം വേണം, ഇതിന് ആനുപാതികമായി നടപ്പാക്കാനുള്ള പണം വേണം, അത് കണ്ടെത്തണം. പക്ഷേ അത് കണ്ടെത്തുക എന്നുള്ളത് അത് സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിക്കാൻ ഞങ്ങളിവിടെ കുറച്ച് പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്, ഇതാ നിങ്ങൾക്കൊരു അവസരമാണ്. അപ്പോൾ ഇതൊരു തുറന്നു പ്രഖ്യാപനം, അതാ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് സ്വകാര്യ നിക്ഷേപം, ഇത് രണ്ട് തന്നെയാണ്. നമ്മൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. പ്രതിപക്ഷം ഈ വിമർശനമാണ് ഉയർത്തുന്നത്, ഏത് സ്വകാര്യ നിക്ഷേപം വഴി ഒരു സ്വകാര്യവൽക്കരണം തന്നെയാണ്, ഒരു നയംമാറ്റം എന്നുള്ള നിലക്ക് തന്നെയാണ് ഇത് ആലോചിക്കുന്നത് എന്നുള്ള വലിയ വിമർശനമാണുള്ളത്. അപ്പോൾ ഇത്തരം പദ്ധതികൾ കാണിച്ചുകൊണ്ട് ഈ സ്വകാര്യ നിക്ഷേപത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ, ഇത് നടത്തിയെടുക്കുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശം കൂടി ഉണ്ടോ ഈ ബജറ്റിന്? അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയണമെങ്കിൽ, ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കിഫ്ബിയിൽ നിന്ന് ഒരുപക്ഷെ ആളുകൾ പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ പിന്നോട്ട് പോക്ക് UDF സർക്കാർ ചെയ്തിട്ടില്ല. ഇവിടെ കിഫ്ബിക്ക് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഏകദേശമുള്ള 40,000 കോടി രൂപയുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ റീപേയ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതിലുണ്ടായിട്ടുള്ള അനോമാലിയസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം കിഫ്ബി ഒരു പാരലായിട്ടുള്ള ഒരു ഇക്കണോമിക് സംവിധാനമായിട്ട് അത് പടർന്ന്, ഞാൻ പറഞ്ഞില്ലേ ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഒരു സാധനം ഉണ്ടാക്കി നമ്മളെക്കാളും അത് വലുതാവുന്നു. അപ്പം ഡോക്ടർ ഐസക് ഉണ്ടാക്കിയ ഒരു ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്ററിനെ പിടിച്ചു കെട്ടുക എന്നുള്ള തീർച്ചയായിട്ടുമുള്ള ലക്ഷ്യബോധമുണ്ട്. അതിനോടൊപ്പം കിഫ്ബിക്കെതിരെ നമ്മൾ അന്ന് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അതിനകത്തുള്ള ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് പദ്ധതികളുടെ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി നോക്കിയപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരവും കണ്ണൂരും കൊച്ചിയിലും ഒക്കെയാണ് കൂടുതൽ പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പഠനം നടത്തിയപ്പോൾ ഒരുപക്ഷെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പദ്ധതികളായിരുന്നെങ്കിൽ എല്ലായിടത്തും എത്തിയേനെ, എല്ലാ വിഭാഗങ്ങൾക്കും എത്തിയേനെ. നമ്മൾ കിഫ്ബിയിൽ പറഞ്ഞിരുന്ന ഒരു പ്രശ്നം മനസ്സിലാക്കിയത് റീജിയണലായിട്ടുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മേഖലകളിൽ, SC മേഖലകളിൽ, ST മേഖലകളിൽ, മത്സ്യബന്ധന മേഖലകളിൽ, ഫിഷറീസിലൊക്കെ കിഫ്ബി പദ്ധതികളുടെ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആ ഇംബാലൻസിനെ മാറ്റിക്കൊണ്ട് കിഫ്ബിയിൽ ചെയ്യുന്ന പ്രോജക്റ്റുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എന്നാൽ പുതിയ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നു. ശ്രീ തോമസ് ഐസക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാരലായിട്ടുള്ള സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു കിഫ്ബി. അതിനെ നമ്മൾ അംഗീകരിച്ചു. അതുപോലെ തന്നെ ഇവിടെ പുതിയ വരുമാനം വരുവാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവായിട്ട് UDFൻ്റെ പുതിയ ഈ പോളിസികളെ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ മെറൈൻ ഇക്കോണമിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ മാരിടൈമിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ റെയർ എർത്തിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരുള്ള സമയത്തും ഇത്തരത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് നോക്കുകയായിരുന്നു. അന്ന് കേരള സീസ് പൊട്ടൻഷ്യൽ ഇൻ കൊളാബറേറ്റിംഗ് വിത്ത് യൂറോപ്യൻ യൂണിയൻ ടു എക്സ്പാൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി മാരിടൈം സെക്ടർ. ഹിന്ദുവിലുള്ള വാർത്തയാണ്. അന്ന് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയൻ്റെ അംബാസഡറുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ ഫിഷറീസ് മിനിസ്റ്റർ സജി ചെറിയാനും ഒക്കെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങളുടെ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന പ്രശ്നം, പലർക്കും ഇതൊരു ട്രാക്ക് മാറുകയാണെന്ന് തോന്നാനുള്ള കാരണം നമ്മൾ ഇത്രയധികം ഈ വരുമാന വർധനവ് അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ വരണമെന്ന് ചർച്ച ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കടക്കം നാട്ടുകാർക്കടക്കം നമ്മുടെ ഒരു കേരളത്തിൻ്റെ സ്ഥിതിയിൽ സാധാരണ ബഡ്ജറ്റിൽ നമ്മൾ കുറേ പ്രോജക്റ്റുകൾ പറയും, നമ്മൾ ചിലവിനെക്കുറിച്ച് പറയും, നമ്മളൊരു വെൽഫെയർ എക്കണോമിക്സ് പറയും, കറക്റ്റാണ്. പക്ഷെ അതിനോടൊപ്പം പുതിയ പ്രോജക്റ്റുകൾ, പുതിയ മേഖലകളിലേക്ക് പോവുക എന്ന് പറയുന്നുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ കഴിയാതെ ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ചെറുപ്പക്കാർക്ക് ജോലി വേണം, പ്രായമുള്ള ആളുകളുടെ ഈ സിൽവർ എക്കോണമിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ അല്ല. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നയങ്ങൾ നിന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് ഊന്നിക്കൊണ്ട് ഈ മറ്റ് BJP ചെയ്യുന്ന പോലെ റാമ്പൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ എല്ലാം പ്രൈവറ്റ് മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതിന് പകരം ഇവിടെ ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നൊരു ഉദാഹരണം. പിന്നെ എല്ലാത്തിനും ഒരു ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് സ്കീം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഇതുവരെ ഒരിടത്തും ഒരുപക്ഷെ ഒരു 3 കോടി ആളുകൾക്ക് ഒരുമിച്ച് ഇൻഷുറൻസ് ഒരു സ്റ്റേറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പദ്ധതി നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. 1.88 കോടി കുടുംബങ്ങൾക്കേക്ക് അല്ലെങ്കിൽ 1 കോടി കുടുംബങ്ങൾക്കേക്ക് നമ്മൾ ഇൻഷുറൻസ് ഫ്രീ ആയി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാസീവായിട്ടുള്ള എന്താ പറയുക, ഒരു ഇക്കണോമിക് സ്പ്രെഡുണ്ട്. പക്ഷെ അതേ സമയവും ഈ പ്രോജക്റ്റ് നന്നായിട്ട് നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത് ലോകത്തിന് മാതൃകയാകാൻ പോവുകയാണ്.
ഇപ്പോൾ കേരളത്തിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചു, UDF നടപ്പിലാക്കുമെന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുള്ളത്. തമിഴ്നാട്ടിൽ വിജയുടെ ഒരു ഗ്യാരണ്ടി ആയിരുന്നു തമിഴ്നാടും ഇൻഷുറൻസിൽ 25 lakhs കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നാളെ കേരളവും തമിഴ്നാടുമൊക്കെ വ്യത്യസ്തമെങ്കിലും ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണെങ്കിൽ അത് ലോകത്തിന് തന്നെ, ഇന്ത്യക്കല്ല ലോകത്തിന് തന്നെ ഈ പബ്ലിക് ഹെൽത്തിൽ മാതൃകയാകാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കീം നടപ്പിലാക്കുവാനുള്ള ആദ്യത്തെ പഠനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് ഈ 10 കോടി അലോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ 10 കോടി രൂപ നമ്മൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കും എന്നുള്ളതല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ആളുകൾക്ക് എല്ലാ പ്രീമിയം ഫുള്ളായിട്ട് അത്രയും സ്റ്റേറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതിന് വളരെ ഡിവൈസും പല മെക്കാനിസവും ഉണ്ട്. അപ്പോൾ അതിനുള്ള പഠനമാണ്. ഒരു ഉറപ്പ് തരുന്നു UDF പറഞ്ഞിട്ടുള്ള നമ്മുടെ 5 ഗ്യാരണ്ടികൾ, അത് പ്രിയദർശിനി ഗ്യാരണ്ടി തുടങ്ങിയ ഗ്യാരണ്ടിക്ക് നമ്മൾ 600 കോടി രൂപ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി KSRTCക്ക് പണം പോകുമെന്നുള്ള പേടി വേണ്ട. ഇനിയുള്ള പെൻഷൻ്റെ നമ്മൾ കൂട്ടി കൊണ്ടുവരുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്ത നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ഇൻഷുറൻസിലാണ്. അതിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്നു. ഇനി വരുന്ന സമയത്ത് ഒരു പക്ഷേ അടുത്ത ബഡ്ജറ്റൊക്കെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള പ്ലാനാണ്. അത് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്കീമും അതാണ്. അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും പൈലറ്റിനുമൊക്കെ ആയിരിക്കാം ഈ 10 കോടി രൂപ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും വലിയ പരിമിതികളുള്ള സമയത്ത് ആ പരിമിതികളിൽ നിന്നുകൊണ്ട്, LDFൻ്റെ സമയത്ത് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് വികസനം കൊണ്ടുവരാൻ അവർ കിഫ്ബി എന്നൊരു ഒരു ടൂള് കൊണ്ടുവന്നു. അതിനെ രാഷ്ട്രീയമായി എതിർത്തു. അതുപോലെ തന്നെ UDF എടുക്കുന്ന മറ്റൊരു പാതയാണ്. അതിനെ എതിർക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലെഫ്റ്റിനുണ്ട്. അതെങ്ങനെ നടപ്പിലാക്കി നമ്മുടെ നാട്ടിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ചെയ്യാനുള്ള ആർജവം നമ്മുടെ ഗവൺമെൻറ്റിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വരും ദിവസങ്ങൾ കാണുകയും ചെയ്യും.